വ്യത്യസ്തമായ ശബ്ദവും ഗാനാലാപനവും കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ ഗായകനാണ് ജി വേണുഗോപാൽ. മലയാള സിനിമയിൽ ഒരു താരാട്ടുപാട്ട് പാടിക്കൊണ്ടാണ് ജി വേണുഗോപാൽ എന്ന ഗായകന്റെ കടന്നുവരവ്. 3 തവണ മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരമടക്കം അദ്ദേഹം നേടുകയും ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലടക്കം സജീവമായ ഗായകൻ ഇപ്പോഴിതാ ക്യാൻസർ ബാധിച്ച് തനിക്ക് പ്രിയപ്പെട്ടവനായ ഒരു കുഞ്ഞുമോൻ വിടവാങ്ങിയ സങ്കട വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത്. വേണുഗോപാലിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന സസ്നേഹം ജി വേണുഗോപാൽ എന്ന സന്നദ്ധ ഫൗണ്ടേഷൻ ചികിത്സാ സഹായം നൽകുന്ന ആദിത്യൻ എന്ന വിദ്യാർത്ഥിയുടെ മരണമാണ് വേണുഗോപാൽ തന്റെ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഗായകന്റെ വികാരനിർഭരമായ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: ആദിത്യൻ യാത്രയായി. ചെറുപ്രായത്തിൽ തന്നെ അർബുദം അവനെ പിടികൂടിയിരുന്നു. 2 തവണ അവൻ രോഗത്തിൽ നിന്നും മുക്തനായി. 3-ാം തവണയും രോഗം പിടിമുറുക്കിയപ്പോൾ ഇന്നലെ വൈകുന്നേരത്തോടെ അവൻ നമ്മളെ വിട്ടുപോയി. ഏതാണ്ട് കഴിഞ്ഞ 5 വർഷമായി സസ്നേഹം പലപ്പോഴായി ആദിത്യന് ചികിത്സാ സഹായം നൽകിയിരുന്നു. ഏറ്റവും ഒടുവിൽ സതീശൻ മാസ്റ്ററുടെ പേരിലുള്ള എൻഡോമെന്റ് ഫണ്ട് 25,000 രൂപയുടെ സഹായവും നൽകി. ആദിത്യന്റെ ആത്മാവിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒപ്പം ആ കുടുംബത്തിനായി ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ ചെയ്യാൻ സസ്നേഹം എന്നും ഉണ്ടാകുമെന്നാണ് വേണുഗോപാൽ കുറിച്ചത്. അദ്ദേഹത്തിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ആരാധകർക്കും നൊമ്പരമായി മാറുന്നത്. 2009-ലാണ് സസ്നേഹം ജി വേണുഗോപാൽ എന്ന സന്നദ്ധ സേവനം നടത്തുന്ന ഫൗണ്ടേഷൻ ആരംഭിച്ചത്. ആദ്യ 6 വർഷം RCCയിലെ കുട്ടികളുടെ വാർഡിലും പിന്നീട് പുറത്തും ഈ സംഘടന പ്രവർത്തിച്ചു വരുന്നു. താരത്തിന് 2 മക്കളാണുള്ളത്. അതിൽ മൂത്തത് മകനാണ്. ജി വേണുഗോപാലിന്റെ മകൻ അരവിന്ദനും ഒരു ഗായകനാണ്. കൂടാതെ ഹൃദയം സിനിമയിൽ സഹസംവിധായകനായി പ്രവർത്തിച്ചിട്ടുമുണ്ട്. അരവിന്ദിനൊപ്പം പാട്ട് പാടുന്നതിൻ്റെ വീഡിയോ വേണുഗോപാൽ പലതവണ തൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. തൻ്റെ കഴിവ് മക്കൾക്കും പകർന്നു കൊടുത്ത വേണുഗോപാൽ നല്ലൊരു അച്ഛൻ കൂടെയാണെന്നും ആരാധകർ പറയുന്നുണ്ട്. ഭാര്യയോടൊപ്പവും മക്കളോടൊപ്പവുമുള്ള ചിത്രങ്ങളെല്ലാം തന്നെ വേണുഗോപാൽ പങ്കുവെക്കുമ്പോൾ പ്രേക്ഷകർ സ്വീകരിക്കാറുണ്ട്. സിനിമയിലേക്ക് എത്തും മുമ്പേ ദൂരദർശനിലും ആകാശവാണിയിലും മറ്റും ലളിതഗാനങ്ങൾ ആലപിച്ച് വേണുഗോപാൽ ശ്രദ്ധേയനായിരുന്നു. കൂടാതെ ഹൃദയ വേണു ഉൾപ്പെടെ അനേകം സംഗീത ആൽബങ്ങളിലും അദ്ദേഹം പാടിയിട്ടുണ്ട്. കരിയറിൻ്റെ തുടക്കത്തിൽ തന്നെ കർണാട്ടിക് ക്ലാസിക്കുകളിലും വെസ്റ്റേൺ ക്ലാസിക്കുകളിലും അതുപോലെ ഹിന്ദുസ്ഥാനി ശൈലിയിലുള്ള ഗാനങ്ങളുമെല്ലാം പാടിയ ഒരു ഗായകൻ വേറെയുണ്ടോ എന്നത് സംശയമാണ്. വെസ്റ്റേൺ മേജറും മൈനറും കർണാട്ടിക് രാഗങ്ങളുമെല്ലാം അദ്ദേഹത്തിൻ്റെ ആലാപനത്തിൽ ഭദ്രമായിരുന്നു. ഒരു ഗായകന് വളരെയധികം വേണ്ട വെർസറ്റാലിറ്റി അദ്ദേഹത്തിനുണ്ടായിരുന്നു. കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക്കിലെ അടിസ്ഥാനമാണ് അതിന് അദ്ദേഹത്തെ സഹായിച്ചിരുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.